വെബിനാർ നടത്തിയിരുന്നു. ഒരു സഹോദരിയാണ്, ട്രിവാൻഡ്രത്താണ് ആള്. ഒരു 28 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. ആള് ഭയങ്കരമായിട്ട് ഇമോഷണലി ഭയങ്കര ഡൗൺ ആണ്. ആള് ബെഡിൽ നിന്ന് എണീക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സ്റ്റേജിലാണ്. അവിടെ നിന്നാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. എനിക്ക് പറ്റുന്നില്ല മാം എന്നാണ് ആദ്യം എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു എന്ത് പറ്റിയതാണെന്ന് ഞാൻ ചോദിച്ചു. എനിക്ക് എണീക്കാൻ പോലും പറ്റുന്നില്ല, തലകറക്കാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ ഒരു കാര്യം കൂടി കറക്റ്റായിട്ട് ചെയ്യാനോ എൻ്റെ കാര്യം പോലും സാധിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരും കൂടി ഹെൽപ്പ് ചെയ്യാനോ ഞാൻ ഒരുപാട് പണിയെടുത്തുകൊണ്ടുണ്ടായിരുന്നതാണ്. വീട്ടു ജോലി ആയാലും ഹസ്ബൻഡിൻ്റെ അച്ഛനെ കെയർ ചെയ്യുന്നതായാലും അവിടെ പശു, ആട്, പിന്നെ അതേപോലെ വീട് വൃത്തിയാക്കുന്നവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു പ്രൊസീജിയറുകളുണ്ടായിരുന്നു. പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു അവസ്ഥ മാനസിക നിലയിലാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത, ഒന്നും ചെയ്യാനോ തോന്നാനോ ഒന്നും പറ്റുന്നില്ല. എനിക്ക് കുട്ടികളില്ല. 8 വർഷത്തോളം ഞാൻ മെഡിസിൻ എടുത്തു. 10 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. 8 വർഷത്തോളമായി ഞാൻ മെഡിസിൻ പ്രൊസീജിയർ ചെയ്യുന്നുള്ളത്. ഇത് കുട്ടികളില്ലാത്തത്. ആ സമയത്തും അവരുടെ മെൻസ്ട്രേഷൻ കറക്റ്റായിരുന്നു, മെൻസ്ട്രേഷൻ്റെ ലെവൽ. പക്ഷേ ഈ മെഡിസിൻ എടുക്കാൻ തുടങ്ങിയ സമയത്ത് അവർക്ക് ഹോർമോണൽ ഇംബാലൻസ് തുടങ്ങി, അവർക്ക് ഹെവി ഫ്ലോ തുടങ്ങി, ഭയങ്കരമായിട്ട് ബ്ലഡ് ക്ലോട്ട് ആയിട്ട് അവർക്ക് ബാത്റൂമിലേക്ക് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയായിരുന്നു. അത്രത്തോളം ഹെവി ബ്ലീഡിങ് ആയിരുന്നു. അതിന് ഈ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ടാബ്ലറ്റ് കഴിക്കും. എന്നിട്ട് ആ ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ കുറച്ച് സമാധാനം ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ അതേ ഫീലിങ്സ് ആണ്. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഈ ഒരു ബ്ലീഡിങ്ങിൻ്റെ സമയത്ത് തലകറക്കും, എണീറ്റ് നിൽക്കാൻ പോലും അവസ്ഥയാണ്. പിന്നെ അതേപോലെ തൈറോയിഡ് ഇഷ്യൂ ഉണ്ട്, മെൻ്റലി ഭയങ്കരമായിട്ട് സ്ട്രെസ്സാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. അവർക്ക് അതേപോലെ ഫാമിലിയിൽ ഹസ്ബൻഡ് നല്ല കെയറിങ് ഒക്കെ ആയിരുന്നു. പെട്ടെന്ന് അവരുടെ അമ്മ മരിച്ച ശേഷമാണ് അവർ ഭയങ്കരമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് കുറച്ച് ഫീലിങ്സ് കുറഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ എല്ലാം ചോദിച്ചൊക്കെ വാങ്ങി വരും, അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരും. പക്ഷേ അറ്റാച്ച്മെൻറ്റ് ഇല്ല. എന്തെങ്കിലും അവൾക്ക് എപ്പോഴും വയ്യ, നീ അതൊന്ന് വയ്യ എന്ന് പറയുന്നത് നിർത്തി എന്നാണ് അവളോട് പറയുന്നത്. പക്ഷേ ഇവൾക്ക് പറ്റാത്തത് കൊണ്ടാണ് അവൾ അങ്ങനെ ആ ഒരു രീതിയിൽ പറയുന്നത്. പക്ഷേ ഇത് ഇന്നലെ അവളുടെ വീട്ടിലായിരുന്നു. അവളുടെ അച്ഛനും ഭയങ്കര സ്ട്രോക്കായിട്ടുള്ള ഫീലിങ്സ് ആയിരുന്നു. അവരെയും കെയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. എല്ലാവരും നോക്കിക്കൊണ്ടുണ്ടായ ആൾ തന്നെ ഒരു ബെഡിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ്. ആ ഒരു സമയത്താണ് എന്നെ വിളിക്കുന്നതും, എൻ്റെ ആ ഒരു ആഡ് കണ്ടിട്ട് അവർ വിളിക്കുന്നതും എന്നോട് സംസാരിക്കുന്നതും. ഞാൻ നേരിട്ട് അവരോട് 1-to-1 ചെയ്തു, അവരോട് സംസാരിച്ചു, അവരുടെ പെയിൻ പോയിൻ്റ് എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അക്യുപങ്ക്ചറിൻ്റെ മെയിനായിട്ടുള്ള അവർക്ക് ഹെവി ബ്ലഡ് ഫ്ലോ നിർത്താനുള്ള ഒരു പോയിൻറ്റ്സും, അതേപോലെ മെൻ്റലി അവർ ഡിസ്ട്രെസ്സാണ്. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളുള്ള പോയിൻറ്റ്സൊക്കെ പറഞ്ഞു കൊടുത്തു. അവരോട് 3 days കണ്ടിന്യൂ ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. രാവിലെ വൈകുമ്പോൾ ആ ഒരു പോയിൻ്റ് മസാജ് ചെയ്യുക. പിന്നെ അതേപോലെ കുറച്ച് കാര്യങ്ങൾ രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളും, അവരുടെ ഡയറ്റ് ഇഷ്യൂസ് ആയാലും അവരുടെ എന്താ പറയുക ഡെയിലി ആ ഒരു പ്രൊസീജിയറൊക്കെ ഒന്ന് കംപ്ലീറ്റ് മാറ്റം വരുത്താം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ 3 ദിവസത്തോളമായി. അപ്പോൾ ഇന്ന് അവരെ വിളിക്കുന്നുള്ളത്, ഞാൻ വിളിച്ചപ്പോൾ അവരുടെ ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഇതുവരെ ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റാതെ ഞാൻ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. എനിക്ക് ചെയ്യണം എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട് മാം. പിന്നെ അതേപോലെ എനിക്ക് എൻ്റെ ഒരു സഹോദരിയായി, എൻ്റെ വീട്ടിൽ എനിക്കൊരു സഹോദരിയില്ല, സഹോദരൻ മാത്രമാണ്. ആ ഒരു സഹോദരി എന്നുള്ള ആ ഒരു കാറ്റഗറിയിലേക്ക് എന്നെ എത്തിപ്പെടാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളും ഒരുപാട് സ്ത്രീകൾ ഇതേപോലെ ഈ ഒരു സ്ട്രഗ്ലിങ്ങിലൂടെ കടന്നു പോകുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു സ്ട്രഗ്ലിങ്ങിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.